തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുണ്ടായ തീപിടുത്തം സർജിക്കൽ ICUവിന് സമീപമാണ് തീപിടുത്തമുണ്ടായത്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നുള്ള പ്രാഥമിക നിഗമനം വരുന്നുണ്ട്. പ്രശാന്ത് ശങ്കലമംഗലത്ത് ചേരുന്നു. ഇപ്പോൾ BJP നേതാവ് V മുരളീധരൻ പ്രതികരിക്കുകയാണ് തത്സമയത്തിലേക്ക്. വേണ്ട നടപടികൾ ആ നടപടികൾ സർക്കാർ അടിയന്തരമായിട്ട് സ്വീകരിക്കണം എന്നുള്ളതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. പ്രശാന്തിലേക്ക് പോകുന്നു. പ്രശാന്ത്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. സർജിക്കൽ ICUവിന് സമീപമാണ് തീപിടുത്തം ഉണ്ടായത്. എന്താണ് അപകട കാരണം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം അവിടെ എത്തിയ ജനപ്രതിനിധികൾ വലിയ രീതിയിലുള്ള രോഷം തന്നെയാണ് പ്രകടിപ്പിച്ചത്. V മുരളീധരൻ അടക്കമുള്ള BJP നേതാക്കൾ എന്താണ് വ്യക്തമാക്കിയത്? രോഹിണി, മെഡിക്കൽ കോളേജിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ രണ്ടാമത്തെ നിലയിലാണ് ICUവിലാണ് ഇത്തരത്തിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നത്. പ്രാഥമികമായ നിഗമനം ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ്. എന്തായാലും തീ അണയ്ക്കുന്ന നടപടിക്രമങ്ങളെല്ലാം പുരോഗമിച്ചു കഴിഞ്ഞു. പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമായി എന്നാണ് ഇപ്പോൾ നമുക്കിവിടെ ലഭിച്ച വിവരം. മേയർ അടക്കമുള്ളവർ, ജനപ്രതിനിധികളടക്കമുള്ളവർ നിരവധി പേർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ മൾട്ടി സ്പെഷ്യാലിറ്റിയുടെ രണ്ടാമത്തെ നിലയിലാണ് തീപിടുത്തമുണ്ടായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവിടെ ICUവിന് സമീപത്തായിട്ടാണ് ഇത്തരത്തിൽ തീപിടുത്തമുണ്ടാകുന്നത്. വലിയ രീതിയിലുള്ള തീ ആളിക്കത്തുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. രോഗികളും മറ്റ് കൂട്ടിപ്പോരും അടക്കം പരിഭ്രാന്തരാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. തുടർന്ന് ഫയർഫോഴ്സിൻ്റെ യൂണിറ്റ് മെഡിക്കൽ കോളേജിലേക്ക് എത്തുകയും തീ അണയ്ക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്തു. ഇപ്പോൾ നിലവിൽ ആശങ്കയ്ക്ക് സാധ്യതയില്ല, ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായി എന്ന വിവരങ്ങളടക്കം പുറത്തു വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. എന്തായാലും വലിയ ഒരു അപകടമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടന്നത്. രണ്ടാമത്തെ നിലയിലാണ് ഇത്തരത്തിൽ മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. വലിയ രീതിയിലുള്ള തീപിടുത്തം ഉണ്ടാവുകയും ചെയ്തു. നിരവധി രോഗികളടക്കം ICU ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുന്ന നിരവധി രോഗികളടക്കമുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്ക് എന്ന് പറയുന്നത്. അവിടെ വളരെ കരുതലോടുകൂടി കരുതേണ്ട ഒരു സ്ഥലം കൂടിയാണ്. അവിടെയാണ് ഇത്തരത്തിലുള്ള തീപിടുത്തം ഉണ്ടായത്. വലിയ രീതിയിൽ പൊട്ടിത്തെറിയോടുകൂടി തീപിടുത്തം ഉണ്ടായതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ജനങ്ങളടക്കം വലിയ രീതിയിൽ, രോഗികളടക്കം വലിയ രീതിയിൽ പരിഭ്രാന്തരാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ ഫയർഫോഴ്സിൻ്റെ യൂണിറ്റ് ഇവിടേക്ക് എത്തുകയും തീ അണയ്ക്കുന്നതിനുള്ള നടപടിക്രമങ്ങളടക്കം നടത്തുകയും ചെയ്തത്. എന്തായാലും നിലവിൽ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ നിന്നും നിലവിൽ ലഭിക്കുന്ന വിവരം. എന്തായാലും ബാക്കി നടപടിക്രമങ്ങളിലേക്ക് അടക്കം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. BJP നേതാക്കളടക്കം ഇവിടേക്ക് എത്തി. മേയർ സ്ഥലം സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ തീ മറ്റ് ഭാഗത്ത് നടപടിക്രമങ്ങളടക്കം നടത്തുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ രീതിയിലുള്ള തീപിടുത്തം ആണ് ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിനുള്ളിൽ ഉണ്ടായത്. രണ്ടാം നിലയിലാണ് തീപിടുത്തം ഉണ്ടായത്. ഉടൻ തന്നെ തീ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായെന്നാണ് അറിയാൻ കഴിയുന്നത്. രോഗികളും കൂട്ടിരിപ്പുകാരും അടക്കമുണ്ടായിരുന്നു. ക്രിട്ടിക്കലായി കിടക്കുന്ന ICUവിൽ കിടക്കുന്ന അടക്കമുള്ള രോഗികളുണ്ടായിരുന്നു. ഇവരെയൊക്കെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും പെട്ടെന്ന് മാറ്റാൻ സാധിക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ വലിയൊരു അപകടം ഇവിടെ നിന്നും ഒഴിവായി പോകുകയും എന്നതാണ് നമുക്കിപ്പോൾ ആശ്വാസമായി പറയേണ്ടത്. എന്തായാലും ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ചകളടക്കം ഉണ്ടെന്നാണ് ഇപ്പോൾ പ്രാഥമികമായിട്ട് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണങ്ങളൊന്നും നിലവിൽ ലഭ്യമായിട്ടില്ല. എന്തായാലും വലിയ രീതിയിൽ ഉള്ളൊരു തീപിടുത്തമാണ് ഉണ്ടായത്. മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ രണ്ടാമത്തെ നിലയിലാണ് തീപിടുത്തം ഉണ്ടായത്. നമുക്കറിയാം, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 3 തവണയാണ് തീപിടുത്തം ഉണ്ടായത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഈ തീപിടുത്തവുമായി നോക്കുമ്പോൾ അന്നൊക്കെ തന്നെ വലിയ രീതിയിൽ വിമർശനം ഉയർന്നപ്പോൾ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ, പാലിക്കേണ്ടതെല്ലാം പാലിച്ചിരിക്കണം എന്നൊക്കെ കർശനമായ ഒരു താക്കീത് വന്നതാണ്. ഇപ്പോൾ മേയർ VV രാജേഷ് പ്രതികരിക്കുന്നു തത്സമയം. 16 പേരാണ് ഉണ്ടായിരുന്നത്. വിഷ്ണു ഇവിടെ വിഷ്ണു 16 പേഷ്യൻസാണ് ആ ICUവിൽ ഉണ്ടായിരുന്നത്. ആ ICUവിൽ 16 പേരാണ് ഉണ്ടായിരുന്നത്. പിന്നെ തൊട്ടടുത്ത ന്യൂറോ ICUവിൽ അടുത്ത സെക്ഷനാണ്, അത് 16 പേരുണ്ടായിരുന്നു. ഈ 32 പേരെ ഷിഫ്റ്റ് ചെയ്തു. ഈ സ്പാർക്ക് കണ്ട ICUവിൽ 16 പേരായിരുന്നു. ന്യൂറോ ICUവിൽ 16 പേരായിരുന്നു. അങ്ങനെ ടോട്ടൽ 32 പേരെ ഷിഫ്റ്റ് ചെയ്തു. ആ നമ്പർ ഇതും ഇല്ല ഒന്നുമില്ല, അത് ഒന്നിലുണ്ടായിട്ടില്ല. പൂർണ്ണമായ സുരക്ഷ 32 ഇപ്പോൾ കിട്ടുന്നു. അതായത് 16 പേര് അവിടെ ഓൾറെഡി അവിടെ തയ്യാറായിട്ട് ICU ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങോട്ട് പെട്ടെന്ന് മാറ്റാൻ പറ്റിയത്. അതുകൊണ്ട് ജീവനക്കാരെയും ഡോക്ടേഴ്സിനെയും സിസ്റ്റേഴ്സിനെയും അങ്ങേയറ്റം തന്നെ അഭിനന്ദിക്കണം. കാരണം അവർ വളരെ എഫക്റ്റീവായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഫയർഫോഴ്സിൽ നിന്നും എത്തുന്നതിന് മുമ്പ് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിച്ച് തന്നെ അവരുടെ സുരക്ഷ പോലും നോക്കാതെ ഇപ്പോൾ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നവരും ആ പ്രദേശത്തുണ്ടായിരുന്ന എല്ലാവരും സമയോചിതമായി ഇടപെട്ടു.
നഴ്സുമാരും ഡോക്ടർമാരും അങ്ങേറ്റം തന്നെ അഭിനന്ദനം അർഹിക്കുകയാണ്. പൂർണ്ണമായ നിയന്ത്രണ വിധേയമാണ്. നിയന്ത്രിച്ചു. അതിൻ്റെ തൊട്ടടുത്തുള്ള ഐ സിയിലുള്ളവരെ അവർ മാറ്റി. അതായത് ന്യൂറോ ഐ സിയുവിൽ ഒരു പ്രശ്നമില്ലായിരുന്നു, അവരെ ഉൾപ്പെടെ ഒരു മുൻകരുതൽ എന്നുള്ളതാക്കി മാറ്റി. എക്യുപ്മെൻറ്റ്സ് ഒക്കെ തന്നെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നോക്കിയിട്ട് പറയാം. ഒരു വെന്റിലേറ്ററിൽ നിന്ന് മാത്രമാണ്. അപ്പോൾ നമുക്കത് ഒന്നുകൂടെ പരിശോധിച്ചേ പറയാൻ സാധിക്കുള്ളൂ. ഓക്കെ ഓക്കെ ഒരാഴ്ച. മേയർ വി രാജേഷാണ് പ്രതികരിച്ചത്. ICUവിലുള്ളവരെ മാറ്റിയതിൻ്റെ കണക്കുകളാണ് അദ്ദേഹം പറഞ്ഞത്. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. പ്രശാന്തിലേക്ക് വീണ്ടും പോവുകയാണ്. പ്രശാന്ത്, ആയിരക്കണക്കിന് രോഗികൾ വരുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ്. ഈ അനാസ്ഥ പലപ്പോഴായി ആവർത്തിക്കുന്നുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ സ്ഥിതിയൊക്കെ നമ്മൾ കണ്ടതാണ്. വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള ഈ കെടുകാര്യസ്ഥത, ഇപ്പോൾ ഷോർട്ട് സർക്യൂട്ടാണ് എന്ന് പറയുമ്പോൾ പോലും കൃത്യമായി പാലിക്കേണ്ടതൊക്കെ പാലിക്കാത്തത് കൊണ്ടാണ് ഇത്തരം അപകടങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നത് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. ICUവിലുള്ള രോഗികളെ അടക്കം പുറത്തേക്കൊക്കെ മാറ്റുമ്പോൾ അവർ നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നിരവധിയാണ്. അതുകൊണ്ട് ഏതു രീതിയിൽ ഇനിയെങ്കിലും ഒരു മാറ്റം പ്രതീക്ഷിക്കാമോ, അതോ പതിവ് പോലെ തന്നെ റിപ്പോർട്ട് ഇടുകയും PR വർക്കുമായി പോകുന്ന ആരോഗ്യവകുപ്പിനെ ആയിരിക്കുമോ ഇനിയും കാണാൻ കഴിയുന്നത്? പ്രശാന്തിലേക്ക് എത്താം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് തീപിടുത്തം ഉണ്ടായത്. സർജിക്കൽ ICUവിന് സമീപമാണ് തീപിടുത്തമുണ്ടായത്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സർജിക്കൽ ICUവിൽ ന്യൂറോ ICUവിലുമായി 32 പേരോളം ഉണ്ടായിരുന്നു. അവരെ പുറത്തേക്ക് മാറ്റിയെന്നാണ് മേയർ വി രാജേഷ് വ്യക്തമാക്കിയത്. പ്രശാന്തിലേക്ക്. പ്രശാന്ത്, പറയൂ. രോഹിണി, മേയർ വി രാജേഷാണ് അല്പസമയം മുമ്പ് സംസാരിച്ചത്. മേയർ പറയുന്നത് 32 പേരുണ്ടായിരുന്നു. 32 പേരെയും 2 ICUകളിലായിട്ട് ഉള്ളവരായിരുന്നു. അവർ 2 പേരെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിരുന്നു. ഈ തീപിടുത്തം ഉണ്ടായ സമയത്ത് തന്നെ അപ്പോൾ തന്നെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർമാരും മറ്റ് നഴ്സുമാരും അടക്കമുള്ളവർ ഈ രോഗികളെ സുരക്ഷിതമാക്കുന്ന ഒരു നീക്കങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവരെ രോഗികളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്തു. അവരുടെ ജീവൻ പോലും തൃണവത്കരിച്ചുകൊണ്ട് മറ്റു രോഗികളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള അപകടം ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഷോർട്ട് സർക്യൂട്ട് ആണോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയാണ് അന്വേഷണം അറിയേണ്ടത്. ഒരു വെന്റിലേറ്ററിൽ നിന്നാണ് തീ പടർന്നെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തീ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. തുടർന്നാണ് ഈ രോഗികളടക്കം പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റുന്ന നിലയിലേക്ക് എത്തിയത്. പെട്ടെന്ന് പലയിടങ്ങളിലേക്ക് ആയി ഈ 32 ICUവിൽ 32 രോഗികളുണ്ടായിരുന്നു. 2 ICUകളുമായിട്ട് 32 പേരുണ്ടായിരുന്നു. ഈ 32 പേരെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്തു. അതോടുകൂടിയാണ് വലിയൊരു അപകടം അവിടെ നിന്നും ഒഴിഞ്ഞു മാറിയത്. പിന്നീടാണ് മറ്റ് തീ അണയ്ക്കുന്ന നടപടികൾക്ക് മേളിലേക്ക് കടന്നത്. എന്തായാലും തീ പൂർണ്ണമായും ഇപ്പോൾ നിയന്ത്രണ വിധേയമായി എന്നാണ് ഇപ്പോൾ പറയുന്നത്. മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലാണ് തീപിടുത്തമുണ്ടായത്. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലാണ് തീപിടുത്തമുണ്ടായത്. തുടർന്ന് ഫയർഫോഴ്സ് അടക്കം ഇവിടേക്ക് എത്തുകയും തീ അണയ്ക്കുവാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് നിലവിൽ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായി എന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മെഡിക്കൽ കോളേജിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ ആണ് ICUവിലാണ് ഇത്തരത്തിൽ തീപിടുത്തമുണ്ടായത്. 2 ICUകളായിട്ട് ഉണ്ടായിരുന്നവരെല്ലാം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. മേയർ അല്പസമയം മുമ്പ് സ്ഥലം സന്ദർശിച്ചിരുന്ന സ്ഥിതിഗതികൾ അടക്കം വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും എല്ലാ രോഗികളും സുരക്ഷിതരാണ്. അവരെ എല്ലാവരെയും മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റി. നിലവിൽ പോലീസ് അടക്കമുള്ള സന്നാഹം ഇവിടേക്ക് നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്ത് മറ്റ് ഇടങ്ങളിലേക്കൊന്നും തീ പടർന്നു പിടിക്കാതിരിക്കാനുള്ള നടപടിക്രമങ്ങൾ നീക്കങ്ങളടക്കം നടത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ആശുപത്രിയിൽ ഉണ്ടായിരുന്നവർക്കാർക്കും കാര്യമായ രീതിയിലൊന്നും സംഭവിച്ചില്ല എന്നാണ് ഏറ്റവും എടുത്തു പറയേണ്ടതും ഭാഗ്യമായി കരുതുന്നതും. കാരണം ഇത്തരത്തിൽ ക്രിട്ടിക്കലായിട്ട് കിടക്കുന്നവരാണ്, ICUവിൽ കിടക്കുന്ന രോഗികളാണ് ഇവിടേക്ക് ഈ ആശുപത്രിയിൽ മൾട്ടി സ്പെഷ്യാലിറ്റി അഡ്മിറ്റ് ചെയ്തിരിക്കുന്നതിൽ ഏറിയ പങ്കും. അതുകൊണ്ട് തന്നെ ഒരു എന്തെങ്കിലും ചെറിയ പാളിച്ച വന്നിരുന്നെങ്കിൽ വലിയ ദുരന്തമായി മാറുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നേനെ. എന്തായാലും അത്തരത്തിലൊന്നും സംഭവിച്ചില്ല എന്നാണ് മേയർ നമ്മളോടൊപ്പം അല്പസമയം മുമ്പ് സംസാരിച്ചപ്പോൾ പറയുന്നത്. 32 പേർ ICUവിൽ ഉണ്ടായിരുന്നു. 32 പേരെയും മറ്റ് ഇടങ്ങളിലേക്ക് മറ്റ് ICUവിലേക്ക് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ ഒന്നും തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമായി മറ്റാരുടെയും ആരോഗ്യനിലയിൽ വലിയ രീതിയിൽ പേടിക്കേണ്ട ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നും നിലവിലില്ല എന്നാണ് പറയാൻ കഴിയുന്നത്. എന്തായാലും ഇനി ഇതിൻ്റെ കാരണമടക്കമുള്ളവയാണ് കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. നിലവിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ അടക്കം കാര്യങ്ങളിലേക്ക് ഇനിയായിരിക്കും ചെന്നെത്തുക. കാരണം ഇനി കണ്ടെത്തുന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് എന്താണ് തീപിടുത്തമുണ്ടാകാൻ കാരണം. അത്തരത്തിലുള്ള ഒരു പരിശോധനയാണോ നടക്കുന്നത്? ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്, ഫയർഫോഴ്സ് സംഘം എത്തിയിട്ടുണ്ട്, രോഗികളെയൊക്കെ മാറ്റിയിട്ടുണ്ട്. നേരത്തെ മേയർ സൂചിപ്പിക്കുകയുണ്ടായി ഏകദേശം 32ഓളം രോഗികളായിരുന്നു 2 ICUകളിലുമായി ഉണ്ടായിരുന്നത്. അവരെ പുറത്തേക്ക് മാറ്റിയെന്ന് പറയുന്നുണ്ട്.
പക്ഷേ നമുക്കറിയേണ്ടത് ഈ ICUവിലുള്ള രോഗികളെ പുറത്തേക്ക് മാറ്റുമ്പോൾ അവർ നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഈ തീപിടുത്തം ഉണ്ടാകുന്ന സമയത്ത് അവിടെ മുഴുവൻ നിറഞ്ഞ പുകയുടെ ഗന്ധമുണ്ടാകും. അപ്പോൾ ഇതെല്ലാം പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ എത്ര പെട്ടെന്ന് താൽക്കാലിക സംവിധാനം ഒരുക്കി പരിഹരിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അതിൻ്റെ ഉദ്യോഗസ്ഥരടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇനി എന്താണ് അടുത്ത നടപടി എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കുള്ള കടക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ആലോചനകളാണ് നടക്കുന്നതെന്നാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുറച്ചുള്ളിലേക്ക് പോകാൻ നമുക്ക് കഴിയില്ല. നിയന്ത്രണമായിട്ടുള്ള ഒരു ഏരിയയിലേക്ക് സമീപത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിന് പുറത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനുള്ളിലേക്ക് കയറി ചെന്നുകൊണ്ട് ദൃശ്യങ്ങൾ എടുക്കുവാനോ പ്രതികരണങ്ങൾ തേടുവാനുള്ള ഒരു സാഹചര്യം നിലവിലില്ല. എന്തായാലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമല്ല, ആരോഗ്യവകുപ്പിലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇവിടേക്ക് എത്തിയിട്ടുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ രോഗികളുടെ, അതായത് ഈ മറ്റ് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്ന മറ്റ് ICUവിലേക്കടക്കം ഷിഫ്റ്റ് ചെയ്തിരിക്കുന്ന രോഗികളുടെ എല്ലാം ആരോഗ്യനില അടക്കം വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടുന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അറിയാനും കഴിയുന്നത് അങ്ങനെ തന്നെയാണ്. എന്തായാലും 32 രോഗികൾ ഇതുമായി ബന്ധപ്പെട്ട ആശുപത്രിയിൽ ഉണ്ടായിരുന്നു, ഈ ICUവിൽ ഉണ്ടായിരുന്നു. 2 ICUവിലായിട്ടായിരുന്നു 32 രോഗികൾ ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരെയും ഉടൻ തന്നെ തീ പടർന്നു പിടിക്കുന്ന സമയത്ത് തന്നെ ഇവിടുന്ന് മാറ്റാനുള്ള നീക്കങ്ങൾ ഈ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ മറ്റ് നഴ്സുമാരടക്കമുള്ളവരുടെ ഭാഗത്തു നിന്നും നീക്കങ്ങൾ ആരംഭിച്ചു. അതുകൊണ്ട് തന്നെ വേഗത്തിൽ രോഗികളെ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലൊരു അപകടം ഒഴിഞ്ഞു മാറുകയും ചെയ്തത്. എന്തായാലും തീ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് വെന്റിലേറ്ററിൽ നിന്ന് പടർന്നു പിടിച്ചു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ ഒരു പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമൊക്കെ അങ്ങനെയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ തുടർന്ന് വിവരങ്ങൾ ഉന്നതരെ അറിയിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് അത്തരത്തിൽ കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുന്നു. അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിൻ്റെ യൂണിറ്റ് ഇവിടേക്ക് തുടർന്ന് തീ പടർന്നു പിടിക്കുന്നതടക്കമുള്ളവ അതിനെ ചെറുക്കുന്നതിനുള്ള നടപടിക്രമങ്ങളടക്കം പുരോഗമിക്കുകയും ചെയ്തു. നടപടിക്രമങ്ങളെല്ലാം വേഗത്തിൽ നടത്തിയെന്നാണ് മേയറും നേരത്തെ പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള കാഷ്വാലിറ്റി അടക്കം ഉണ്ടാകാതെ ഇരുന്നത്. മാത്രമല്ല, രോഗികൾക്കടക്കം നേരത്തെ രോഗിനി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ICUവിൽ കിടക്കുന്ന രോഗികളാണ്. അവർക്ക് പുകയടക്കം ഉള്ളവ ശ്വസിക്കുന്നതോടുകൂടി തന്നെ വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. എന്തായാലും വരും മണിക്കൂറുകളിലും പ്രശാന്തിലേക്ക് എത്താം. നിലവിലിപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ തീപിടുത്തം ഉണ്ടായതിനെ തുടർന്ന് മാധ്യമങ്ങൾക്കൊക്കെ അവിടെ വിലക്കുണ്ട്. ആ പ്രദേശത്തേക്ക് അല്ലെങ്കിൽ ആ അപകടം ഉണ്ടായ സ്ഥലത്തേക്ക് കടത്തുന്നില്ല. മൾട്ടി സ്പെഷ്യാലിറ്റിയുടെ പുറത്താണ് ഇപ്പോൾ നിർത്തിയിരിക്കുന്നത്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണം എന്നുള്ള പ്രാഥമിക നിഗമനമാണ് പുറത്തുവരുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.